മാർച്ച് 13 ലോക വൃക്ക ദിനം. വൃക്കയുടെ ആരോഗ്യം സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് വൃക്ക ദിനം ആചരിക്കുന്നത്. എല്ലാ വർഷവും മാർച്ചിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് വൃക്ക ദിനം ആചരിക്കുക. ആർ യുവർ കിഡ്നീസ് ഓക്കെ, ഡിറ്റക്ട് ഏർലി, പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത് എന്നതാണ് ഇത്തവണത്തെ ലോക വൃക്ക ദിന സന്ദേശം. മനുഷ്യ ശരീരത്തിന്റെ ഇരുവശത്തായി അടിവയറിന്റെ പിൻഭാഗത്താണ് വൃക്കകൾ. ഒരു വൃക്കയ്ക്ക് ഏകദേശം 150 ഗ്രാം ഭാരം വരും. അതായത് 60 കിലോ ഭാരമുള്ള വ്യക്തിയുടെ 0.5% മാത്രമാണ് ഇത്. ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രക്തത്തിന്റെ 20% വൃക്ക സ്വീകരിക്കുന്നു. ശുദ്ധീകരിക്കുന്നതിനാണ് വൃക്ക വൻതോതിൽ രക്തം സ്വീകരിക്കുന്നത്. അരിച്ചെടുത്ത രക്തത്തിന്റെ 99% തിരികെ നൽകുകയും ശേഷിക്കുന്ന മാലിന്യം മൂത്രമായി പുറന്തള്ളുകയുമാണ് വൃക്കയുടെ ജോലി. ഇങ്ങനെ ധാതുക്കൾ, ആസിഡ്, ജലാംശം എന്നിവയുടെ ശരീരത്തിലെ തോത് വൃക്കകൾ നിലനിർത്തുന്നു. വൈറ്റമിൻ ഡിയുടെ പ്രവർത്തനങ്ങൾക്കും ശരീരത്തിലെ രക്തത്തിന്റെ അളവ് നിലനിർത്തുന്നതിനും വൃക്കകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. വൃക്കകളുടെ പരാജയം ശരീരത്തിലെ ഏകദേശം എല്ലാ അവയവങ്ങളെയും ഗുരുതരമായി ബാധിക്കുമെന്ന് സാരം. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, അമിതവണ്ണം, പാരമ്പര്യമായുള്ള വൃക്കരോഗം എന്നിവ വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കാം. വൃക്കയ്ക്കുണ്ടാകുന്ന ക്ഷതം, ഗർഭസംബന്ധമായ പ്രശ്നങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളിലെ പ്രശ്നങ്ങൾ, മൂത്രനാളിയിലെ തടസ്സം, വൃക്കയിലെ കല്ല്, ജന്മനായുള്ള വൃക്കരോഗങ്ങൾ എന്നിവയാണ് വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ. വേദന സംഹാരികളുടെ അമിത ഉപയോഗം, ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ അമിത ഉപയോഗം, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, പ്രോസസ്ഡ് ഭക്ഷണത്തിന്റെ ഉപയോഗം, ഉറക്കമില്ലായ്മ, പുകവലി, അമിത മദ്യപാനം, അമിതമായി മാംസം കഴിക്കുന്നത്, വ്യായാമമില്ലാത്ത അവസ്ഥ എന്നിവ വൃക്കയുടെ പ്രവർത്തനത്തെ തകരാറിലാക്കും. മുൻകൂട്ടിയുള്ള രോഗനിർണയവും നിരന്തര ചികിത്സയും സുപ്രധാനമാണ്. ലോകത്താകെ 850 മില്യൺ ആളുകൾക്ക് ക്രോണിക് വൃക്കരോഗമുള്ളതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രോഗം തിരിച്ചറിയാതിരിക്കുകയും കൃത്യസമയത്ത് ചികിത്സിക്കാതിരിക്കുന്നതും വൃക്കകൾ പ്രവർത്തനരഹിതമാകുന്നതിനും അതിലൂടെ മരണത്തിലേക്ക് നയിക്കും. 2040 ജീവൻ നഷ്ടമാകുന്നതിനുള്ള 5ാമത്തെ കാരണമായി വൃക്കരോഗം മാറുമെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ആരോഗ്യകരമായ ജീവിതത്തിന് വൃക്കയുടെ ആരോഗ്യവും സുപ്രധാനമാണ്.